ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 4 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് പെദ്ദി. ബുച്ചി ബാബു സന സംവിധാനം ചെയ്ത ഒരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമ സംവിധായകൻ ബുച്ചി ബാബു സനയുടെ കഥയ്ക്ക് കൃഷ്ണഹരി, നാഗേന്ദ്ര കാശി, വെങ്കട് പ്രസാദ് ഗാന്ധി, വരപ്രസാദ് തേലോതി, ശ്രീരാമൻ CH എന്നിങ്ങനെ 5 പേരാണ് തിരക്കഥ തയ്യാറാക്കിയത്. രാംചരൺ, ശിവരാജ് കുമാർ, ജാൻവി കപൂർ, ജഗപതി ബാബു, ദിവ്യന്തു, ബൊമൺ ഇറാനി, രവി കിഷൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് AR റഹ്മാനാണ്. രത്നവേലു ഛായാഗ്രഹണവും നവീൻ നൂലി എഡിറ്റിംഗും നിർവഹിക്കുന്നു. ഇന്നലെ രാത്രി ഇന്ത്യയിലും വിവിധ വിദേശ രാജ്യങ്ങളിലുമെല്ലാം തന്നെ ഈ സിനിമയുടെ പ്രീമിയർ ഷോ സംഘടിപ്പിച്ചിരുന്നു. പ്രീമിയർ ഷോയ്ക്ക് ശേഷം വന്ന റിപ്പോർട്ടുകൾ എബോ ആവറേജ് ഡീസന്റ് പോസിറ്റീവാണ്. ആന്ധ്ര, തെലങ്കാന ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ രാവിലെ 7 മണിക്കാണ് ഈ സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിച്ചത്. 3 മണിക്കൂർ 9 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയ്ക്ക് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുക്കാനായിട്ടുണ്ട്. നിലവിൽ 40,000 50,000 ടിക്കറ്റ് വരെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ പ്രീമിയർ ഷോ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ ആന്ധ്രയിൽ 10,74 ലക്ഷം രൂപയും തെലങ്കാനയിൽ 6,97 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ പ്രീമിയർ ഷോയിൽ നിന്ന് 3,09 ലക്ഷം, തമിഴ്നാട്ടിൽ 32 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 ലക്ഷം രൂപ എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തത് 21,13 ലക്ഷം രൂപയാണ്. സിനിമയുടെ കേരള ഫൈനൽ പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 11,68,000 രൂപയാണ് പെദ്ദി നേടിയെടുത്തിരിക്കുന്നത്. പ്രീമിയർ ഷോ ഉൾപ്പെടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ 76,68 ലക്ഷം രൂപയിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൽ 49 കോടി രൂപയും തെലുങ്ക് പതിപ്പിൽ നിന്നാണ്. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ചിത്രം 2 വാരം പിന്നിട്ട് 3ാമത്തെ വ്യാഴാഴ്ച കൂടിയ 15 ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 14ാം ദിവസം ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,15 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 14 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 81 കോടി രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 37 കോടിക്ക് മുകളിൽ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 118 കോടിക്ക് മുകളിലും നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 226 കോടി റേഞ്ചിലുമാണ്. നവാഗതനായ സുഭാഷ് കെ രാജ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 22 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെയായിരുന്നു ഈ സിനിമയുടെ പ്രധാന താരങ്ങൾ. ഈ സിനിമ 7ാം ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ നേടിയെടുത്തത് 1,20 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 7 ദിവസം കൊണ്ട് 6,50 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. 7 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 15,50 ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 37 കോടിക്ക് മുകളിലുമാണ്. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് മെയ് 14 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി ഇപ്പോഴും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് അതിരടി. ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, റിയ ഷിബു എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 21 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 36,63 ലക്ഷം രൂപയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 68,50 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. തെലുങ്ക് സിനിമ പെദ്ദി കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.